ശത്രുരാജ്യത്തിന്റെ പിടിയിലായ സൈനികനെ കടുത്ത സംഘർഷത്തിനിടയിലും 60 മണിക്കൂറിനുള്ളിൽ മോചിപ്പിക്കാനായത് ഇന്ത്യയുടെ നയതന്ത്ര വിജയമായി. ലോകരാഷ്ട്രങ്ങളുടെ കടുത്ത സമ്മർദ്ദവും ഇന്ത്യയുടെ ശക്തമായ മുന്നറിയിപ്പും ചേർന്നപ്പോൾ അഭിനന്ദനെ നിരുപാധികം വിട്ടുതരാൻ പാകിസ്ഥാൻ നിർബന്ധിതരാവുകയായിരുന്നു. അഭിനന്ദനെ വിട്ടയക്കാനുള്ള പാക് തീരുമാനത്തോട് ഇന്ത്യയുടെ മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥർ പ്രതികരിച്ചത് ഇങ്ങനെ: തീരുമാനത്തിൽ സന്തോഷം, മോചനം ജനീവ കരാർ പ്രകാരം അനിവാര്യമായിരുന്നു. IF has also learned that Pakistan has announced that Wing Commander Abhinandan will be returned to India tomorrow. IF is happy and looks forward to return of Wing Commander Abhinandan. ഇതേ നിലപാടായിരുന്നു തുടക്കം മുതൽ ഇന്ത്യക്ക്. പിടിയിലായ സൈനികരെ വെച്ചുള്ള ഒരു വിലപേശലും നടക്കില്ല. അദ്ദേഹത്തെ നിരുപാധികം മോചിപ്പിക്കണം. ഇന്ത്യയിലെ പാക് ഉപസ്ഥാനപതി സയ്യിദ് ഹൈദർ ഷായെ വിളിച്ചുവരുത്തിയ വിദേശകാര്യ മന്ത്രാലയം ഈ നിലപാട് ആദ്യമേ വ്യക്തമാക്കി. മാന്യതയുടെ അതിരുകളെല്ലാം ലംഘിച്ച് അഭിനന്ദന്റെ ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചതിൽ കടുത്ത പ്രതിഷേധവും അറിയിച്ചു. അഭിനന്ദനോട് മാന്യമായാണ് പെരുമാറുന്നതെന്ന് ഉടൻ പാകിസ്ഥാൻ വ്യക്തമാക്കേണ്ടി വന്നു. 2 ഇന്ത്യൻ പൈലറ്റുമാർ കസ്റ്റഡിയിലുണ്ടെന്ന് തുടക്കത്തിൽ അവകാശപ്പെട്ട പാകിസ്ഥാൻ ഒരാൾ മാത്രമെന്ന് ഉടൻ തിരുത്തുകയും ചെയ്തു. ഇതേസമയം തന്നെ അന്താരാഷ്ട്ര തലത്തിൽ സമ്മർദ്ദം പാകിസ്ഥാനുമേൽ ശക്തമായി. പ്രകോപനപരമായ നടപടികൾ പാകിസ്ഥാൻ അവസാനിപ്പിക്കണമെന്ന് ചൈനീസ് വിദേശകാര്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയിൽ സുഷമ സ്വരാജ് ആവശ്യപ്പെട്ടു. Terrorism tops the list of the existential threats that the world faces today. We are aware of the recent dastardly terrorist attack on our security forces in Pulwama, Jammu and Kashmir, perpetrated by Jaish-e-Mohammed, a Pakistan-based and supported terrorist organization prescribed by the United Nations and other countries. ഭീകരപ്രവർത്തനത്തിനെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് അമേരിക്കയും പാകിസ്ഥാനോട് ആവശ്യപ്പെട്ടു. അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി മൈക്ക് പോംപിയോ പാകിസ്ഥാനോട് താക്കീതിന്റെ ഭാഷയിൽ തന്നെ സംസാരിച്ചു. പാകിസ്ഥാൻ കൂടുതൽ പ്രകോപനം ഉണ്ടാക്കരുതെന്ന മുന്നറിയിപ്പുമായി യൂറോപ്യൻ യൂണിയനും അന്താരാഷ്ട്ര സംഘടനകളും രംഗത്തെത്തി. സംയമനം പാലിക്കണമെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി തെരേസ മേയും ആവശ്യപ്പെട്ടു. സൗദിയും ഇറാനും വരെ ഇടപെട്ടു. അന്താരാഷ്ട്ര സമ്മർദ്ദം കനത്തതോടെ സൈനികനെ നിരുപാധികം മോചിപ്പിക്കുകയല്ലാതെ മറ്റു വഴികളൊന്നും പാകിസ്ഥാന് മുന്നിൽ ഇല്ലാതായി. ഒടുവിൽ മോചനം ഇമ്രാൻഖാൻ തന്നെ പ്രഖ്യാപിക്കുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18.